ഈ ഒരു തോരനും ഒരു ഇത്തിരി ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു പറ ചോറ്. എൻ്റെ ഫേവറേറ്റ് ഐറ്റം കേട്ടോ ഈ മുരിങ്ങയില. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇതുണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. മുരിങ്ങയിലയുടെ ഔഷധ ഗുണമൊന്നും ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അപ്പോൾ ഞാനിന്ന് മുരിങ്ങയില മാത്രമല്ല കുറച്ച് ചക്കേരിയും കൂടെ ചേർത്താണ് തോരൻ ഉണ്ടാക്കുന്നത്. പറമ്പിലൊക്കെ നിൽക്കുന്നതല്ലേ, അപ്പോൾ പുഴുക്കളോ ചെലന്തിയോ ഒക്കെ കാണും. ഞാൻ നന്നായിട്ട് കുടഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ ഇലക്കറികളൊന്നും കഴിച്ചുവിടുന്നു പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നോ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ കർക്കിടക മാസത്തിൽ ഇതൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ മുരിങ്ങയിലയെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒരു തവണയൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുരിങ്ങയില നോവിക്കാതെ അരിയണമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള, നൊന്ത് കഴിഞ്ഞാൽ കഴിക്കുമെന്ന് പറയാറുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മുറി തേങ്ങയും 2 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയും ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും നന്നായിട്ടൊന്ന് ചതച്ച് കൊണ്ടുവരാം. ഇനി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചക്കക്കുരു ഇട്ട് ലേശം വെള്ളം ഒഴിച്ച് ഒരു അരവേവ് വേവിച്ചെടുക്കുക. ഒരു അര വേവാകുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ചതച്ചു കൊണ്ടുവന്ന അരപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പ് കഴുകി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരം അവിടെ നിന്ന് വെന്ത് കിട്ടട്ടെ. ശേഷം ഈ അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എല്ലാവരും ഇടുന്ന കമൻറ്റുകൾ ഞാൻ കാണാറും വായിക്കാറൊക്കെ ഉണ്ട്. അതിലെനിക്ക് ഒത്തിരി സന്തോഷം. അതിൽ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമൻസ് ഉണ്ട്. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഞാൻ കൊത്തമുളക് ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ഒന്ന് മൂപ്പിച്ചിട്ടിട്ടുണ്ട്. അരപ്പ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്ത വെച്ച് നോക്കണേ. എന്നാൽ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.